നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂരിൽ കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടം. നിരവധി ഇടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയും കാറ്റും കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. 11 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ സ്ഥാനമേറ്റു. സെന്റ് ജോസഫ് ദേവാലയത്തിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നു. വാർത്തകൾ വിശദമായി. തൃശൂരിൽ കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടം. നിരവധിയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായി. കയ്പമംഗലത്തും കാക്കാത്തുരുത്തി, മാള, മേലടൂർ, അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കയ്പമംഗലം മേഖലയിൽ ഇന്നലെ മുതൽ പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട്. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടം. നിരവധിയിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായി. അന്നമനട മേലടൂരിൽ മിന്നൽ ചുഴലി. ഇന്ന് രാവിലെ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ മേലടൂരിൽ കനത്ത നാശം. മരങ്ങൾ കടപുഴകി വീണ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. പ്രദേശത്ത് കേബിൾ വൈദ്യുതി ബന്ധം തകരാറിലായി. മതിലുകളും വാഹനങ്ങളും തകർന്നു. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഷീറ്റുകൾ പറന്നുപോയി. പൈനാടത്ത് ജോർജിന്റെ വീടിന്റെ മേൽക്കൂരയുടെ ഷീറ്റ് തകർന്നു. വെള്ളാനിപ്പറമ്പിൽ ലീലയുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് മരം വീണ് പൊട്ടി. വീടുകളിലേക്ക് വെള്ളം കയറി. മാള വലിയപറമ്പ് കുഴൂർ റോഡിൽ മരം വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ITI പുതിയ റോഡിലും ഗതാഗത തടസ്സം നേരിട്ടു. കനത്ത മഴയിലും കാറ്റിലും മാളയിലും പരിസര പ്രദേശങ്ങളിലും വൻ നാശനഷ്ടം. വടമ പ്ലാവിൻമുറി ഭാഗങ്ങളിൽ മരം വീണ് വൈദ്യുതി ലൈൻ പൊട്ടി. മാളയിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വീടുകൾ തകർന്നു. വട്ടക്കോട്ടയിൽ വീടിന് മുകളിൽ പ്ലാവ് വീണ ചെന്തുരുത്തി ഗോപിയുടെ വീട് തകർന്നു. തെങ്ങ് വീണ കല്ലിക്കാട്ടിൽ ഷിജുവിന്റെ വീട് തകർന്നു. താഴേക്കാട് ആൽമരം റോഡിലേക്ക് വീണ വൈദ്യുതി കേബിൾ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പൊയ്യ, പുത്തഞ്ചിറ, വെള്ളാങ്കല്ലൂർ, കോണത്തുകുന്ന് പ്രദേശങ്ങളിലും മരം വീണ് വൈദ്യുതി തടസ്സപ്പെടുകയും കേബിൾ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മിന്നൽ ചുഴലിയിൽ ചാലക്കുടിയിൽ വ്യാപക നാശം. പടിഞ്ഞാറെ ചാലക്കുടി മേഖലയിലാണ് മിന്നൽ ചുഴലി ഉണ്ടായത്. രാവിലെ 9:30ഓടെയാണ് ചുഴലിയുണ്ടായത്. നിമിഷങ്ങൾ മാത്രമാണ് കാറ്റടിച്ചത്. വീടിന്റെ മേൽക്കൂരകൾ പറന്നുപോയി. മരങ്ങൾ കടപുഴകി വീണു. വീടുകൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലവർഷത്തിലും ഈ പ്രദേശത്ത് മിന്നൽ ചുഴലി അനുഭവപ്പെട്ടിരുന്നു. കവുങ്ങ്, തെങ്ങ്, ജാതി, ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവ വ്യാപകമായി നശിച്ചു. ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം നിലച്ചു. ആളപായമില്ലാത്തത് ആശ്വാസമായി. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം കോട്ടയിൽ തേക്കുമരം വീണ് വീട് തകർന്നു. കല്ലറയ്ക്കൽ ജോണിയുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. അപകടത്തിൽ വീടിന്റെ മേൽക്കൂര ഏറെക്കുറെ പൂർണ്ണമായും നശിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. വീട്ടുമുറ്റത്തുള്ള തേക്കുമരം കടപുഴകി നിലം പതിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഓടി രക്ഷപ്പെട്ടതിനാൽ വലിയ അപകടം ഒഴിവായി. ശ്രീനാരായണപുരത്ത് ഇന്നലെ രാത്രിയുണ്ടായ അതിശക്തമായ കാറ്റിൽ വലിയ മരത്തിന്റെ ഭാഗം വീടിന് മുകളിലേക്ക് വീണ് വീടിന്റെ പാരപ്പറ്റുൾപ്പെടെ നാശനഷ്ടം സംഭവിച്ചു. പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം തോപ്പിൽ ശാന്തയുടെ വീടിന് മുകളിലാണ് മരം വീണ് വീട് ഭാഗികമായി തകർന്നത്. വിവിധ ബ്യൂറോകളിൽ നിന്നും മീഡിയ ടൈം, മാള. സംസ്ഥാനത്ത് അതിതീവ്ര മഴയും കാറ്റും കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. 11 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് അതീവ ജാഗ്രത വേണം. തൃശൂർ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. മറ്റ് എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴയ്ക്ക് അനുകൂലമായ സാഹചര്യം തുടരുകയാണ്. നാളെയോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും. തുടർച്ചയായി മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതകൾ കണക്കിലെടുത്ത് അതീവ ജാഗ്രത വേണം. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുമുണ്ട്. ജൂൺ 1 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ സ്ഥാനമേറ്റു. സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങുകൾ ഇന്ത്യയുടെ അപ്പസ്തോലിക് ന്യൂൻഷോ കാർമ്മികത്വം വഹിച്ചു. മലബാറിലെ ക്രൈസ്തവ സഭയുടെ മാതൃരൂപതയായ കോഴിക്കോട് അതിരൂപത വലിയ ആഘോഷത്തോടെയാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ സ്വീകരിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 12-നാണ് കോഴിക്കോട് രൂപതയെ അതിരൂപതയായും ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ ആർച്ച് ബിഷപ്പായും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്.
സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ഇന്ത്യയിലെ അപ്പസ്തോലിക് ന്യൂൻഷോ ലിയോപോൾഡോ ജിറല്ലി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 100 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കോഴിക്കോട് രൂപതയെ അതിരൂപതയായി പ്രഖ്യാപിച്ച മാർപ്പാപ്പയുടെ അപ്പസ്തോലിക് നിയമനം ചടങ്ങിൽ 3 ഭാഷകളിലായി വായിച്ചു. തുടർന്ന് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ വിശ്വാസ പ്രഖ്യാപനം നടത്തി ആർച്ച് ബിഷപ്പായി പ്രതിജ്ഞ ചെയ്തു. Varghese Chakkalakal, having been promoted to the see of Archbishop of Calicut, will always be faithful to the Catholic Church and the Roman Pontiff, as Supreme Pastor, the Vicar of Christ, the successor of the Blessed Apostle Peter, in the primacy and the head of the College of Bishops. സ്ഥാനാരോഹിതനായ ആർച്ച് ബിഷപ്പിനെ വിവിധ രൂപതകളിൽ നിന്നുള്ള മെത്രാൻമാർ ആലിംഗനം ചെയ്യുകയും വൈദികരും സന്യസ്തരും വിശ്വാസികളും മുദ്രമോതിരം മുത്തുകയും ചെയ്തു. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് നേതൃത്വം നൽകി. KCBC പ്രസിഡന്റ് കർദിനാൾ ക്ലിമ്മീസ് കാതോലിക്ക ബാവ വചനപ്രഘോഷണം നടത്തി. സ്ഥാനാരോഹണ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കളും ചടങ്ങിലെത്തി. AISF മാള മണ്ഡലം കൺവെൻഷൻ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ശിവപ്രിയ ഉദ്ഘാടനം ചെയ്തു. നിരഞ്ജന അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ, അക്ഷയ്, MK ബാബു, UV വാസുദേവൻ, VS ഗോപാലകൃഷ്ണൻ, PV അരുൺ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു. KS നന്ദുലാലിനെ സെക്രട്ടറിയായും AS നിരഞ്ജനയെ പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. അപ്പോൾ അതിന് നിങ്ങൾ വിദ്യാർത്ഥികളൊക്കെ തന്നെ ആ രീതിയിലേക്ക് വരണം. AISFന്റെ പ്രവർത്തകരൊക്കെ തന്നെ ഇത് മുന്നോട്ട് വരണം. കോളേജിൽ സ്കൂളിലൊക്കെ തന്നെ ആയാലും AISFന്റെ യൂണിറ്റുകൾ ഉണ്ടാകാനും ആ യൂണിറ്റുകളിൽ കൂടി നമ്മളതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് വരാനും ഒക്കെ ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആളുകളുടെ കുറവ് ഒരു വലിയ ഘടകമാണ്. കാരണം ഇപ്പോൾ കൂടുതൽ SFIയും AISF ഈ KSUവൊക്കെയാണ് കൂടുതൽ വരുന്നത്. AISFിലേക്ക് നമ്മുടെ ആളുകളും നമ്മുടെ മക്കളൊക്കെ തന്നെ കൂടുതൽ വന്നാലാണ് AISFന്റെ പ്രവർത്തനം സജീവമുള്ളൂ. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ തിരുവനന്തപുരം ഫോറസ്റ്റ് ഹെഡ് ഓഫീസിന് മുന്നിൽ മെയ് 30, 31 തീയതികളിലായി നടത്തുന്ന രാപ്പകൽ ഉപരോധ സമരത്തിന്റെ ഭാഗമായി കേരള കർഷക സംഘം നടത്തുന്ന കർഷക മുന്നേറ്റ ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ EP ജയരാജൻ, മാനേജർ വിൽസൺ പാനോലി, നേതാക്കളായ TA രാമകൃഷ്ണൻ, MR രഞ്ജിത്ത്, PK ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളം അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൃഷിഭൂമി ജന്മിമാരുടെയും നാടുവാടികളുടെയും ഭൂപ്രഭുക്കന്മാരുടെയും കൈവശമാണ്. ലക്ഷക്കണക്കിന് ഭൂരഹിതരായ കൃഷിക്കാർ, മണ്ണിൽ പണിയെടുക്കുന്ന കുറേ പാവങ്ങൾ, അടിമകളെപ്പോലെ പണിയെടുക്കുന്ന ജനങ്ങൾ, പിന്നോക്കജാതിക്കാർ, പട്ടികജാതിക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, വയൽവരമ്പിൽ കിടന്ന് പെടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, അതാണ് ഈ കേരളത്തിൻ്റെ ചിത്രം. ആ കേരളത്തെ ഒരു പുതിയ കേരളമായി ഉയർത്തിക്കൊണ്ടുവരാൻ നിയമനിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് സഖാവ് EMS അധികാരത്തിൽ. കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4-ാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. അഴകത്ത് നടത്തിയ കുടുംബസംഗമം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് സതീശൻ ഐക്കര അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ ഷൈൻ മുണ്ടക്കൽ, വിനയൻ തോട്ടാപ്പള്ളി, TG അജോ, PK അനിൽകുമാർ, മുരളീധരൻ K എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും 70 വയസ്സ് കഴിഞ്ഞ മുതിർന്നവരെയും അനുമോദിച്ചു. മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് 100 വർഷം തികയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധി കുടുംബ സംഘങ്ങൾ ഇന്ന് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ കെട്ടുപിടിച്ച 200 വർഷക്കാലം കൊളോണിയൽ ഭരണത്തിന് കീഴിലായിരുന്ന ബ്രിട്ടീഷുകാരിൽ നിന്ന്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടം. നിരവധി ഇടങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരാറിലായി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയും കാറ്റും കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. 11 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ സ്ഥാനമേറ്റു. സെന്റ് ജോസഫ് ദേവാലയത്തിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നു.
ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.